ഹായ്, ഇറ്റ്സ് മീ ആര്യ. ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് രാഷ്ട്രപതി ഭവനിലെ അമൃത് ചോദ്യാൻ 2025 ആണ്. ഏകദേശം ഒരു ഫെബ്രുവരി മിഡിലാണ് ഞാൻ പോയത്. ഫെബ്രുവരി മിഡിൽ ടു മാർച്ച് വരെയാണ് ഇത് നടക്കുന്നത്. ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ മെട്രോയിലാണ് പോയി വന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ് ഞാൻ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു സ്കാൻ കോഡ്, QR കോഡ് കണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോന്നു. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും സൺഡേ ആയിരുന്നെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ പോകാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ. പക്ഷെ വളരെ സൂപ്പറായിരുന്നു പോയത്. ഫസ്റ്റ് എനിക്ക് ആദ്യം പോയപ്പോൾ ഒരുപാട് ഗേറ്റ്സ് ഉണ്ട്. ഏകദേശം ഒരു 30 ഗേറ്റ് 30 ആയിരുന്നു ഇതിൻ്റെ എൻട്രി. ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് വഴി തെറ്റിപ്പോയി ഫസ്റ്റ്. അങ്ങനെ പിന്നെ ഞാൻ യൂബറിലാണ് പോയത്. യൂബറിൽ ചെന്നു, അയാൾ എന്നെ നടുക്ക് കൊണ്ട് നിർത്തി. പിന്നെ ഞാൻ ഇവിടുത്തെ പട്ടാളക്കാരോട് ചോദിച്ചിട്ട് അവരോട് ചോദിച്ചു ഗേറ്റ് നമ്പർ 30 എവിടെയും. അവരൊരു ഓട്ടോ പിടിച്ചു. പക്ഷേ ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, നോയിഡയിലുള്ള വേറെ ഒരു കപ്പിൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വഴി തെറ്റിപ്പോയതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഷെയർ ഓട്ടോയിൽ കയറി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. കുറച്ച് നേരം എൻ്റെ കയ്യിൽ സ്പോട്ട് ബുക്കിംഗ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് QR ഉണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചു. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ ലോഗിനായി. കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ, എന്താ ഭംഗിയാണെന്നറിയോ രാഷ്ട്രപതി ഭവനിലെ ഓരോ പൂക്കളും. അതിമനോഹരമാണ്. റോസാപ്പൂവൊക്കെ നമ്മൾ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ പറയത്തില്ലേ തക്കാളിക്ക് ഇത്രയും വലിപ്പമുണ്ടെന്ന്, അതേപോലെ ഒരു മത്തങ്ങയുടെ വലിപ്പമുള്ള ഒരു പ്രത്യേക തരം റോസാപ്പൂവിനെ കണ്ടു. തെറ്റിയതിരിക്കരുത്, തള്ളിയതല്ല. ഭയങ്കര വലിയ റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പൂക്കൾ. എനിക്ക് എന്ത് ചെയ്യണം, എന്ത് കാണണം, എന്തെടുക്കണമെന്നറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ഓരോ പൂക്കൾ. ഈ പൂ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആ പൂ കണ്ടില്ലല്ലോ, ഈ പൂ കണ്ടില്ലല്ലോ, അത് നോക്കട്ടെ, ഇത് നോക്കട്ടെ. ഏകദേശം ഒരു 500 സെൽഫിയെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടാവും. പിന്നെ വെറുതെ ഇരുന്നത് കൊണ്ട്. അപ്പോൾ നല്ല ക്ലൈമറ്റ് കൂടെ നല്ലതായിരുന്നു കേട്ടോ. ഇപ്പം ഡൽഹിയിൽ നല്ല ചൂടാണ്. പക്ഷേ ആ സമയത്ത് നല്ല വിൻ്റർ ടൈം ആയിരുന്നു. ജാക്കറ്റ് കൊണ്ടുപോയെങ്കിലും എനിക്ക് അതിൽ തിക്കും തിരക്കും കൊണ്ട് ജാക്കറ്റൊന്നും ഇടേണ്ടി വന്നില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. ശ്വാസം വിടാൻ സ്ഥലമില്ലാത്തതുപോലെയാണ് എൻട്രൻസും എൻട്രിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഒരിക്കലും മറക്കാനാവാത്ത വസന്തം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. രാഷ്ട്രപതി ഭവനും അതിൻ്റെ തൊട്ടടുത്തും പിന്നെ ഓറഞ്ച് മരം, ഓറഞ്ച് കായ്ച്ചു കിടക്കുന്നത്. പൂക്കളാണെങ്കിൽ ഒരു രക്ഷയില്ല. ഏതെല്ലാം രീതിയിലുള്ള പൂക്കളാണെന്ന് എനിക്കറിയില്ല. ട്യൂലിപ്സ്, റോസ്, മാരിഗോൾഡ്, എന്തൊക്കെയുണ്ടോ, ബാക്കി പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഫൗണ്ടൻ ഉണ്ട്. ഒരുപാട് ആളുകളെ കണ്ടു. IFS ഓഫീസേഴ്സിനെ കണ്ടു. ഒരുപാട് നമ്മുടെ മലയാളികൾ ഒത്തിരി പേരുണ്ടായിരുന്നു. സംസാരിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും മലയാളം അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ പുറത്തേക്ക് എത്തിയത്. അതിനുശേഷം ഞാൻ പുറത്ത് വന്നു, ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു, നേരെ വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു.